പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. സങ്കീർത്തനക്കാരൻ പാടുന്നു, വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയരുതേ, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുത്. വാർദ്ധക്യം ആശങ്കകളുടെ കാലമാണ്. ശരീരകോശങ്ങളുടെ വളർച്ച മന്ദീഭവിക്കുകയും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത കുറഞ്ഞ് വരികയും ചെയ്യുന്നതിനാൽ മനുഷ്യൻ പലവിധ രോഗങ്ങൾക്ക് അടിമപ്പെടും. ഈ കൂട്ടത്തിൽ മറ്റുള്ളവരുടെ അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും ഏകാന്തതകളും സാമ്പത്തിക പ്രതിസന്ധികളും കൂടിയാകുമ്പോൾ മനുഷ്യൻ ശാരീരികമായും മാനസികമായും തളർന്നു പോകും. ദുരിതപൂർണമായ ഈ ജീവിതം ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ജനിച്ചാൽ ഒരു ദിവസം മരണം ഉറപ്പാണ് എന്നുള്ളത് സംശയമില്ല. സകല മനുഷ്യർക്കും ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. 100 110 വയസ്സ് പ്രായമുള്ളവർ ലോകത്തിൽ കണ്ടേക്കാം. അവരും ഒരു നാൾ മരിക്കും. മരിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല. എങ്കിലും മരണത്തിൻ്റെ സമയം മാത്രമേ നിശ്ചയമില്ലാതായിട്ടുള്ളൂ. മരണം നിശ്ചയമാണ്. നാം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം നമ്മെ മരണത്തിലെത്തിക്കുന്നില്ല. വാർദ്ധക്യം അവഗണിക്കപ്പെടുന്ന കാലങ്ങളായിട്ടാണ് പലർക്കും അനുഭവപ്പെടുന്നത്. ലോക മനുഷ്യർ തങ്ങളുടെ വൃദ്ധ മാതാപിതാക്കളോട് പല നിലകളിലാണ് ഇടപെടുന്നത്. അനേകരും തങ്ങളുടെ വൃദ്ധരെ നന്നായി സൂക്ഷിക്കുന്നുണ്ട് എന്നത് വിസ്മരിക്കുന്നില്ല. എന്നാൽ പലരും തങ്ങളുടെ വയസ്സായ മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും അവരുടെ സമ്പത്ത് തട്ടിയെടുത്ത ശേഷം ദുരിതങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അനാഥാലയങ്ങളിലും അഗതി മന്ദിരങ്ങളിലും കൊണ്ടുപോയി അവരെ തള്ളുന്നു. അങ്ങനെയുള്ളവരുമുണ്ട്. ഇതുപോലുള്ള ഹൃദയഭേദകമായ വാർത്തകൾ നാം ദിനംതോറും പത്രങ്ങളിൽ കൂടെ വായിച്ച് അറിയുന്നവരും നേരിട്ട് കാണുന്നവരുമാണല്ലോ. മക്കളെ പോറ്റി വളർത്തി ഒരു നിലയിൽ അവർ എത്തിക്കഴിയുമ്പോൾ മാതാപിതാക്കൾ അവർക്ക് ഒരു ഭാരമായി തോന്നുന്നു. തങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്നും വിശ്വാസികളാണെന്നും പറയുന്ന പലരുടെയും മാതാപിതാക്കൾക്കും ഈ ഗതി തന്നെ ആണ് വരാറ്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യുമെന്ന് അവർ ഓർക്കുന്നില്ല. തങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല കാലത്ത്, ഓജസ്സും പ്രസരിപ്പുമുള്ള കാലത്തും തന്നെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ചവർ പ്രയാസമാകുമ്പോൾ അവർ മറ്റുള്ളവരാൽ തള്ളപ്പെടുമോ? ദൈവം അവരെ തള്ളിക്കളയുമോ? ആര് കൈവിട്ടാലും ആര് തള്ളിക്കളഞ്ഞാലും നിശ്ചയമായും ദൈവം ഒരു നാളും കൈവിടുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. പ്രിയ ദൈവവേദനേ, യൗവനക്കാർ തങ്ങൾക്കും ഒരു വാർദ്ധക്യകാലം ഉണ്ടാകുമെന്ന് ഓർക്കുന്നത് നന്ന്. ഈ വാർദ്ധക്യങ്ങൾ യൗവനക്കാർ ശ്രദ്ധിക്കണം. നരച്ചവന്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധന്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അങ്ങനെ വ്യക്തമായി വചനം പറയുന്നു. തൻ്റെ അപ്പനെയോ അമ്മയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ എന്ന പോലെ അനുസരിപ്പിൻ. അത് നിങ്ങൾക്ക് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അത് ദൈവത്തിൻ്റെ ആദ്യ കൽപ്പനയാകുന്നു. ആകയാൽ പ്രിയ ദൈവവേദനേ, ആമേൻ, സ്തോത്രം. നാം പ്രായം വരുമ്പോൾ നാം ദൈവസന്നിധിയിൽ സ്തോത്രം ഇതൊക്കെയും ഓർക്കേണ്ടി വരും. ആകയാൽ പ്രായം കൂടുന്നത് ഓർത്തോ, ശരീരം ബലഹീനമാകുന്നത് ഓർത്തോ നാം നിരാശപ്പെടേണ്ടതില്ല. നാം ദൈവത്തിൻ്റെ വഴികളിൽ തുടർന്നും നടന്നുകൊള്ളുക. നമ്മുടെ ഭാരങ്ങളെല്ലാം ദൈവം വഹിച്ചുകൊള്ളും. ദൈവം വിശ്വസ്തനാണ്. ആമേൻ. ആകയാൽ ദൈവസന്നിധി നാം വിശ്വസ്തയോടുകൂടെ കർത്താവിൻ്റെ സന്നിധി വാർദ്ധക്യകാലം ആര് തള്ളിയാലും, ആര് സ്തോത്രം ഹാലയിൽ നമ്മെ തള്ളിക്കളഞ്ഞാലും, ആര് മറന്നുപോയാലും
നമ്മെ കരുതുന്ന ഒരു ദൈവകരങ്ങളിൽ ഈ പ്രഭാതം ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു. ഈ പ്രഭാതവും ഞങ്ങളുടെ ആയുസ്സിൽ ഒരു ദിനം കൂടെ തന്നല്ലോ. ഞങ്ങളുടെ കർത്താവെ, വാർദ്ധക്യ നാളുകളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ തള്ളിക്കളയാത്ത ആ കരത്തിൽ, ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന ആ കരത്തിൽ ഞങ്ങൾ ഇന്ന് പകൽക്കാലം സമർപ്പിക്കുകയാണ്. ഈ ശബ്ദം ശ്രമിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ, ഞങ്ങളെ സ്നേഹിക്കുന്നവരെ, ഞങ്ങളെ കൈത്താങ്ങുന്നവരെ, ഞങ്ങളെ ഓർക്കുന്നവരെ, കർത്താവെ, എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം എല്ലാ തലമുറകളും കർത്താവെ, മാതാപിതാക്കളെ സ്നേഹിച്ചും അനുസരിച്ചും ദൈവ കൽപ്പനകൾ നിലനിൽക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. മഹത്വം എടുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.